ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പോയിട്ട് എന്താ കറി വെക്കുന്നത്. ഉണ്ണികളാണെങ്കിൽ ചിക്കനോ മീനോ ഇല്ലാതെ ഒരിത്തിരി ഭക്ഷണം പോലും കഴിക്കില്ല. അതൊരു ശീലമായിപ്പോയി. അങ്ങനെ ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും മീനിൻ്റെ കഴുകി കുട്ടപ്പനാക്കി വൃത്തിയാക്കി ചിനുവട്ടം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയ പാടെ തന്നെ ഇതാ മീൻകറിയിലോട്ട് ഞാൻ തിരിഞ്ഞു. തേങ്ങ അരച്ചിട്ടാണ് മീൻകറി വെച്ചത് കേട്ടോ. ഞാൻ വെക്കുന്ന ഈ മീൻകറി വീട്ടിലെല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. സ്വന്തം പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കണ്ട, ഈ മീൻകറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ബാക്കി മീനിൻ്റെ തലയെടുത്തിട്ട് ഞാനിതാ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങൾ ഒരു ലോഡ് നമ്മൾ വാഷ് ബേസിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ മുതലുള്ള പാത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ എല്ലാം ഞാൻ കഴുകി എല്ലാം സെറ്റാക്കിയിട്ടാണ് പോവുക. തിരിച്ച് വന്നാലുണ്ടാവും ഒരു ലോഡ് പാത്രങ്ങൾ. ഓരോന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് രാവിലത്തേക്കുള്ള മാവും കൂടി അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. രാവിലത്തേക്ക് ഇനി കറിയൊന്നും ഉണ്ടാക്കണ്ട, ഒരു ചെറിയ തോരൻ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ. ഈ മീൻ വാങ്ങുന്ന സമയത്ത് നല്ലൊരു സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തേക്ക് വേറെ കറികളൊന്നും വെക്കണ്ടല്ലോ. ദോശമാവ് എനിക്ക് അരച്ച് തരുന്നത് അച്ചുമോനാണ് കേട്ടോ. ദോശമാവ് അരച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദോശ രാവിലത്തേക്ക് നല്ല രീതിയിൽ പൊന്തി വരാറുണ്ട് കേട്ടോ. ഈ മാവ് അരയ്ക്കുമ്പോൾ എന്നെ എപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് അച്ചുമോനാണ് കേട്ടോ. അവൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ മീൻ പൊരിച്ചതും നമ്മുടെ മീൻ കറിയും മാവും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നേരം നമ്മുടെ കുട്ടികളുടെ കൂടെ ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം പകല് മൊത്തം കുട്ടികൾ സ്കൂളിൽ നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ. പിന്നെ കിട്ടുന്ന കുറഞ്ഞൊരു സമയം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ കൂടെ രാവിലത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് കുറച്ച് നേരം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ടി വി കാണാറ് പതിവുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് പരിപാടി. അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചേട്ടാ.